ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഹൈറിച്ചിൻ്റെ CEO ആയ ശ്രീനാഥ് പ്രതാപൻ്റെ 4 കേസുകളിലുള്ള 4 FIRകളിലുള്ള ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 3-ാം തീയതി കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ശ്രീമതി ശ്രീനാഥ് പ്രതാപൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കേസ് നമ്പർ 14563 അപ്പോൾ അടുത്ത ദിവസം തന്നെ അതിൻ്റെ വാദങ്ങൾ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഹൈറിച്ചിൻ്റെ CEO ആയിരുന്ന, ലോകം മുഴുവൻ ഇതിനെ പ്രൊമോട്ട് ചെയ്തിരുന്ന CEO വെറും വീട്ടമ്മയാണെന്നും ഇവർക്ക് യാതൊന്നും അറിയില്ലായിരുന്നു, എല്ലാം പ്രതാപനാണ് ചെയ്തതെന്നും എന്നൊക്കെയുള്ള വാദങ്ങൾ നമുക്ക് വീണ്ടും കോടതിയിൽ കേൾക്കാൻ സാധിക്കും. എന്തായാലും ശ്രീനാഥ് പ്രതാപന് ഏറ്റവും ഇഷ്ടമുള്ള ജില്ലയായിരുന്നു കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ 4 കേസുകളിലാണ് ഇപ്പോൾ ഇവർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ പരിശോധിക്കുക, ഇവർ വീണ്ടും ഒളിവിലാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വിധി വരുന്നത് വരെ ഇവർ വീണ്ടും ഒളിവിലായിരിക്കും.